നേതൃത്വം ലംഘിച്ചുകൊണ്ട് വീണ്ടും ഇറാൻ മിസൈൽ ഇസ്രായേൽ ലക്ഷ്യമിട്ടുകൊണ്ട് തൊടുത്തു എന്ന വിവരങ്ങൾ കൂടി പുറത്തുണ്ട്. നിരവധി സൈറൻ പ്രധാനപ്പെട്ട ഇസ്രായേൽ നഗരങ്ങളിൽ ഇപ്പോഴും കേൾക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സാഹചര്യം. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഒരു സീസ് ഫയർ പ്രഖ്യാപിക്കേണ്ടി വന്നത്? എന്താണ് ഈ നാഗരിക നീക്കത്തിന് പിന്നിൽ? വിശദമായി പരിശോധിക്കാം. അഭിലാഷ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, അമേരിക്ക ഒരു നാടകീയമായ നീക്കം, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളിൽ എപ്പോഴും ഒരു നാടകീയത ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഒരു സീസ് ഫയർ പ്രഖ്യാപനത്തിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്? ഇറാൻ്റെ നീക്കത്തിൽ അപകടം മണത്തതുകൊണ്ട് തന്നെയാണ്. സജിത്ത്, നമുക്കറിയാം ജൂൺ 13-നാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നത്. കടുത്ത ഒരു ആക്രമണം ഉണ്ടായി. നൂറുകണക്കിന് വിമാനങ്ങൾ ഇറാനിലേക്ക് പറന്നു ചെല്ലുകയും അവിടുത്തെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കുകയും ചെയ്തു. അതിനുശേഷം, ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇസ്രായേലിനെതിരെ ഇറാൻ വലിയ രീതിയിലുള്ള നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുന്നു. ഇറാൻ നിരവധി ആണവ ബോംബുകൾ തയ്യാറാക്കുന്നു. അവർക്ക് അടുത്തൊരു 9-10 ദിവസങ്ങൾക്കുള്ളിൽ 9ഓളം ആണവ ബോംബുകൾ അവർക്ക് തയ്യാറാക്കാൻ കഴിയുമെന്നും അവയെല്ലാം ന്യൂജേഴ്സിയുടെ വലിപ്പം മാത്രമുള്ള ഇസ്രായേലിലേക്ക് തൊടുക്കുമെന്നുമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിലാണ് താൻ ഇറാനിലേക്ക് ആക്രമണം നടത്തിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്നും അന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖമനയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ആണവ കേന്ദ്രങ്ങൾ പൂട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ആണവ ബോംബ് നിർമ്മാണം തുടരുകയാണെങ്കിൽ കനത്ത ആക്രമണം തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അതിനുശേഷം ദിവസങ്ങൾക്കകം തന്നെ അമേരിക്കയുടെ B-2 ബോംബേഴ്സ് ഫോർദോയിലും അതുപോലെ നദാൻസിലൊക്കെ പോയി ആക്രമിക്കുകയും ചെയ്തു. ഇസ്ഫഹാനിലൊക്കെ ആക്രമിക്കുകയും ചെയ്തു. അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാനിൽ വലിയ നാശനഷ്ടമുണ്ടായി. അതിനുശേഷം ഇറാൻ തിരിച്ചടിക്കാനും തുടങ്ങി. ഇപ്പോൾ അന്നത്തെ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഇറാൻ പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല. അത് വീണ്ടും കുറച്ച് ജോലികൾ കൂടി പൂർത്തിയാക്കിയാൽ അവിടെ വീണ്ടും അവരുടെ ആണവ റിയാക്ടറുകൾ പതിവ് പോലെ തന്നെ പ്രവർത്തിക്കുമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി അസോസിയേഷൻ പറയുന്നത് എന്തൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് അവിടെ ഇറാനിൽ ഉണ്ടായതെന്നുള്ളതിൽ കാര്യത്തിൽ ആർക്കും ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ലെന്നാണ് IAEA പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഉണ്ടായപ്പോൾ ഇസ്രായേലിൻ്റെ അന്നത്തെ ആക്രമണത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ആക്രമണത്തിൽ നിന്ന് എന്ത് ഫലമാണ് ഇപ്പോൾ ഉണ്ടായത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ജൂൺ 13 മുതൽ ഇന്ന് 22-ാം തീയതി വരെ, ഇന്ന് 24-ാം തീയതി വരെ 12 ദിവസം നടക്കുന്ന ഒരു ആക്രമണത്തിൽ, അല്ലെങ്കിൽ തുടർന്നൊരു ആക്രമണത്തിൽ, ഒരു യുദ്ധസമാനമായ സംഘർഷത്തിൽ എന്ത് നേട്ടമാണ് ആർക്കാണ് ഉണ്ടായതെന്നുള്ളതാണ് ചോദ്യം. അതിലാണ് ഇനി ഇറാനായാലും ഇസ്രായേലായാലും അമേരിക്കയായാലും, പ്രധാനമായും അമേരിക്കയായാലും ഉത്തരം പറയേണ്ടത്. ഈ 12 ദിവസം നടന്നെടുപ്പിൽ ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി ഇസ്രായേലിന് ഒഴിവായോ? അമേരിക്ക അതിൽ ഇടപെട്ടതിൽ എന്ത് ഫലമാണ് ഉണ്ടായത്? ഇപ്പോൾ ഇറാൻ തിരിച്ചാക്രമിച്ച് ഖത്തറിലേക്ക് ഒരു ആക്രമണം ഉണ്ടായതിന് അടുത്ത നിമിഷം എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സീസ് ഫയർ അതായത് ഇന്നലെ രാത്രി ഒരു 9 മണി ഒക്കെ 9 മണി സമയത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതായി നമുക്ക് റിപ്പോർട്ടുകൾ വരുന്നതും അത് പിന്നെ വലിയ രീതിയിലുള്ളൊരു സംഘർഷമായെന്നുള്ള UAE-യിലെ വ്യോമപാതകൾ അടയ്ക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം പലസ്തീൻ അതോറിറ്റി വരെ ഇറാനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് മണിക്കൂറുകൾക്കകം തന്നെ ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഒരു വെടിനിർത്തലിലേക്ക് താൻ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഖത്തറിലേക്ക് ഒരു ആക്രമണം നടത്തിയതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താനുണ്ടായ സാഹചര്യം എന്താണെന്നാണ് ഇനി വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. ഇപ്പോൾ ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു സംഘർഷത്തിൽ എന്താണോ ജൂൺ 13-ന് മുമ്പ് ഉണ്ടായിരുന്ന സാഹചര്യം അത് തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത്. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ ഉണ്ടാക്കി എന്നുള്ളതൊഴിച്ചാൽ മറ്റ് ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിനുണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിൻ്റെ സാഹചര്യം എന്താണെന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കണം. കാരണം നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ സംഘർഷം അത് താൻ ഇടപെട്ട് നിർത്തലാക്കി എന്ന് പറയുന്നത് പോലെ അതിന് പിന്നീട് ഇന്ത്യ പ്രതികരിച്ചെത്തി. ഇന്ത്യ പറഞ്ഞു
അതിൽ അമേരിക്കയ്ക്കോ മറ്റൊരു രാജ്യത്തിനും ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇത്തരത്തിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നത്തിൽ താൻ ഇടപെട്ടെന്ന് അത് പരിഹരിച്ചു വരികയാണെന്നും പറയുന്നു. അതുപോലെ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം താൻ വെടിനിർത്തലിലേക്ക് എത്തിച്ചെന്ന് പറയുന്നു. അങ്ങനെ മറ്റ് രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് വെറുതെ അങ്ങ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. പക്ഷേ അതിൽ എന്തെങ്കിലും തരത്തിൽ ഒരു അതിൽ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളൊരു തെളിവ് നൽകാൻ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഇപ്പോൾ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ തെളിവാണ് ഇതുവരെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പങ്കാളിയുമായിട്ടുള്ള ബെന്യാമിൻ നെതന്യാഹു ഈ വെടിനിർത്തലിൻ്റെ കാര്യത്തിൽ ഒരു വിധത്തിലും പ്രതികരിച്ചിട്ടില്ല. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നത് വെടിനിർത്താൻ തങ്ങൾ തയ്യാറാണ്, പക്ഷേ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണം, അതല്ലാതെ ഒരു വെടിനിർത്തൽ കരാറിനും തങ്ങൾ ഒപ്പിട്ടിട്ടില്ല എന്നാണ്, ഒരു വെടിനിർത്തൽ കരാർ തങ്ങൾ അംഗീകരിച്ചിട്ടില്ലെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞത്. അതിന് ഈ പറഞ്ഞതിന് ശേഷവും അലാം മുഴങ്ങുന്നുണ്ട്, ആളുകൾ ബങ്കറിൽ നിന്ന് പുറത്തു വരരുത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നതെന്ന് ഇസ്രായേൽ ഭരണകൂടം തന്നെ ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയ ഒരു വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാനും അംഗീകരിച്ചിട്ടില്ല, ഇസ്രായേലും വെടിനിർത്തുമെന്ന് അംഗീകരിച്ചിട്ടില്ല, എന്നാൽ അമേരിക്ക പറയുന്നു ഇരു രാജ്യങ്ങളും വെടിനിർത്തിയെന്ന്. അത് ഏത് തരത്തിലാണ് അത് നോക്കി കാണേണ്ടതെന്നുള്ളതാണ് അമേരിക്കയിൽ നിന്നടക്കം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നടക്കം ഡെമോക്രാറ്റ്സ് അടക്കം ചോദിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഒരു രാത്രി ഇരുന്ന് പ്രഖ്യാപിക്കുകയാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തിയത്, അല്ലാതെ ഇരു രാജ്യങ്ങളും തമ്മിൽ അത്തരത്തിൽ ഒരു തരത്തിലുള്ള വെടിനിർത്തി എന്നുള്ള തരത്തിൽ അവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല, അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിൽ വീണ്ടും സൈറൻ മുഴങ്ങുന്നതും. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരപ്രകാരം ബീർഷബ എന്ന ഇസ്രായേൽ നഗരത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. ഇറാന്റെ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. അതുപോലെ തന്നെ ആളുകൾ ബങ്കറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് ഇസ്രായേൽ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധസമാനമായ ഒരു സംഘർഷം അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഒരു സൂചനയും ഇരു രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിനിടയിൽ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇറാഖിലെ US മിലിറ്ററി ബേസ് ഇറാൻ ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇറാഖിലെ US ഒഫീഷ്യൽസ് പറയുന്നത് അത് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്ത റോക്കറ്റുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ വന്ന് പതിച്ചതാണ് എന്നാണ് ഇറാഖിലെ US ഒഫീഷ്യൽസ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ പോകുന്നുണ്ട് എന്ന് വേണം ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ. അതായത് ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ വെറും വെള്ളത്തിൽ വരച്ച വരയാണ്, അല്ലെങ്കിൽ ഒരു രേഖയാണ് എന്നുള്ളത് ആണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. വരും മണിക്കൂറുകളിൽ ഇനിയിപ്പോൾ സ്ഥിതി ശാന്തമായാൽ മാത്രമേ നമുക്ക് അത്തരത്തിലേക്ക് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം നമുക്കൊരു വിശ്വാസത്തിലെടുക്കാൻ കഴിയൂ. അത് തന്നെയാണ് വിദേശ വിദഗ്ധരും നിരീക്ഷകരും ഒക്കെ പറയുന്നത്. വരും മണിക്കൂറുകൾ ഏത് സമയത്തും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് 3 പേർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ബെന്യാമിൻ നെതന്യാഹു അത് കണ്ട് വെറുതെ ഇരിക്കില്ല എന്നുള്ള തരത്തിലാണ് പല ഇസ്രായേൽ മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത്. അവർ പറയുന്നത് ഏത് നിമിഷവും ഇസ്രായേൽ ഇറാനിലേക്ക് തിരിച്ചടിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം ഗാസയിലടക്കം ഇസ്രായേൽ എത്രയോ തവണ വെടിനിർത്തൽ നടത്തിയതാണ്. ഇനി അടുത്ത കുറച്ച് ദിവസത്തേക്ക് വെടിനിർത്തൽ ഉണ്ടാവില്ല, വെടിവെക്കില്ല, വെടിനിർത്തലാണ്. ഇനി അതുപോലെ അവിടത്തേക്കുള്ള ഭക്ഷണം കൊണ്ടുപോകാനും അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കാനും ഒക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഇസ്രായേൽ ഗാസയിലേക്ക് ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലിനെ ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അങ്ങോട്ട് സമാധാനത്തിൻ്റെ ദിവസങ്ങളാണ് വരുന്നത്, ഇനിയൊരു ആക്രമണം ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം സുരക്ഷിതമാണ് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് വേണമെങ്കിൽ പോലും അടുത്ത മണിക്കൂറുകളിൽ ഇസ്രായേലിനോട് പറഞ്ഞ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അത് വെടിനിർത്തലാണോ അല്ലെങ്കിൽ വെറുതെ ഒരു ഡൊണാൾഡ് ട്രംപ് സ്ഥിരം പറയുന്നത് പോലെ ഒരു പറച്ചിലാണോ എന്നുള്ളത് വരും മണിക്കൂറുകളിലേ നമുക്ക് അറിയാം. എന്തായാലും ഈ പ്രഖ്യാപനം